അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമദാൻ സ്വതക്കയുടെ മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു സ്വതക്കയുടെ വിഷയത്തിൽ. അതെല്ലാവർക്കും ഫീൽ ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു ധനികനായിരുന്നില്ല, എന്നിട്ടുകൂടി ദരിദ്രനായിരുന്നു, എന്നിട്ടുകൂടി അദ്ദേഹം ഉള്ളതിൽ നിന്ന് അദ്ദേഹം ധാരാളം ധനം സ്വതക്ക നൽകുമായിരുന്നു. നമ്മൾ ഈ സമ്പാദിക്കുന്നതൊന്നും ഒരിക്കലും തന്നെ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതല്ല. നാളെ വിചാരണ കാത്ത് ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ നൽകുന്ന സ്വതക്കകളെല്ലാം നമുക്ക് കാവലായി മാറണം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ പുണ്യനാളുകളിൽ സ്വതക്കകളും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കണമെന്നും അതിന് തക്കതായ പ്രതിഫലം സർവായുനാഥൻ നമുക്ക് നൽകണമെന്നും നാം അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്, അതിനായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാന 10 നാളുകളിൽ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നസ്നീം. നസ്നീം. നസ്നീം എവിടെ വിളിക്കുന്നു? ഹലോ, എവിടെയാണ്? ഞാന് വളവിൽ നിന്ന് വിളിക്കുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നസ്നീം? 5th. ഏത് സ്കൂളാ? IS പഠിക്കുന്നുണ്ട് അല്ലേ നസ്നീം? ഓക്കെ നസ്നീമേ, നോമ്പെടുത്തിട്ടുണ്ടോ? നോമ്പ് എടുത്തിട്ടുണ്ട് അല്ലേ? നല്ല കുട്ടിയാണല്ലോ. ഓക്കെ നസ്നീം, എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല. ആദ്യം കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ കിട്ടിയല്ലോ എന്തായാലും. ഓക്കെ മോനെ, 3 ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഹലോ, 3 ചോദ്യം ഉണ്ടായിരിക്ക. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, 3 ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ചോദ്യം പറയാൻ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന് വേണ്ടി ആദ്യമായി കുടുംബസമേതം ഹിജ്റ പോയ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻസ്: ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറ്റായ ഉത്തരമായിരുന്നല്ലോ മോനെ. ലൂത്ത് നബി ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഹിജ്റ പോയത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മോനെ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? റസ്മി മറിയം. ഓക്കെ, റസ്മി മറിയം, എവിടുന്നാ വിളിക്കുന്നത് മോളെ? മാരാമുറ്റം അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ അല്ലേ? ഓക്കെ, ഏത് സ്കൂളാ? ഓക്കെ ഓക്കെ, പൊതുവെന്നാണ് പഠിക്കുന്നത്. എന്തൊക്കെയുണ്ട് നോമ്പ് വിശേഷങ്ങള്? സുഖല്ലേ? നോമ്പ് കഴിയാറായല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും മോളെ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യം വിളിക്കുന്നേ? ഓക്കെ, ആദ്യം വിളിക്കാണല്ലോ, അതുകൊണ്ട് പറയാം. 3 ചോദ്യം ഉണ്ടായിരിക്കുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ 3 ചോദ്യത്തിനും കറക്റ്റായ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, ചോദ്യം പറയട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആര്?
ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആര്? ഓപ്ഷൻസ് ഹഫ്സ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അടിപൊളി ആൻസർ പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ദാവൂദ് നബിയുടെ മകൻ ആരായിരുന്നു? ദാവൂദ് നബിയുടെ മകന്റെ പേര് ഷുഐബ് നബി, സുലൈമാൻ നബി, സ്വാലിഹ് നബി. സുലൈമാൻ നബി. ഉറപ്പാണോ? സുലൈമാൻ നബി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ മോളെ, രണ്ടെണ്ണത്തിനും ശരിയായ ഉത്തരവ് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ, അതിനും കൂടെ കറക്റ്റ് ആൻസർ പറയണം കേട്ടോ. ഓക്കെ, ലൂത്ത് നബിയുടെ നാട് ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ലൂത്ത് നബി ഇല്ല, ലൂത്ത് നബി. ലൂത്ത് നബിയുടെ നാട് ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? അല്ലല്ലോ. സമയം പരിമിതമാണ്. ഈജിപ്ത് ആണോ? ഇറാഖ്. മോനെ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, അതല്ല ഉത്തരം. ഫലസ്തീനായിരുന്നു കേട്ടോ, ഫലസ്തീനായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹ്റംദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫിദാനസ്രീൻ. ഓക്കെ ഫിദാനസ്രീൻ, രണ്ടൊട്ടെ കോൾ കട്ടെ അല്ലേ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് കോളിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, സ്വർഗത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ഇബാദത്ത് ഏത്? ഒരു ആരാധനയുണ്ട്, അത് സ്വർഗത്തിന്റെ താക്കോൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻസ് നോമ്പ്, നമസ്കാരം, ഹജ്ജ്. നമസ്കാരം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. ഒന്നിന്റെ ആൻസർ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന് വേണ്ടി ആദ്യമായി കുടുംബസമേതം ഹിജ്റ പോയ വ്യക്തി ആരായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറ്റായ ആൻസർ ആയിരുന്നു. ലൂത്ത് നബി ആയിരുന്നു ആദ്യമായിട്ട് ഹിജ്റ പോയത്, അങ്ങനെ ചരിത്രത്തിൽ പറയുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല നസ്രിന, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. നാളെ വിളിച്ചോളൂ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹ്റംദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ലിയാന. ലിയാന എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലമ്പടിയിൽ നിന്ന് വിളിക്കുന്നില്ല. ലിയാന ഒന്ന് സൗണ്ട് കൂട്ടി പറയണേ, ശബ്ദം കുറവുണ്ട്. ലിയാന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണല്ലേ. ഓക്കെ ഓക്കെ. ലിയാന മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നു. ഓക്കെ, കിട്ടുകയും ചെയ്തല്ലോ അല്ലെ. ഓക്കെ, എന്തായാലും വേണ്ടില്ല. ലിയാന, 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, 3 ചോദ്യത്തിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ ലിയാന, എങ്ങനെ പോകുന്നു? റമദാനൊക്കെ ക്ലിയർ ആയല്ലോ? ഷറാണല്ലോ അല്ലെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്തായാലും ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, ഏത് പ്രവാചകന്റെ മാതാവിനായിരുന്നു അള്ളാഹു വഹി നൽകിയത്? ഏത് പ്രവാചകന്റെ മാതാവിനായിരുന്നു അള്ളാഹു വഹി നൽകിയത്? ഓപ്ഷൻസ് ഈസാ നബി അലൈഹിസ്സലാം,
മൂസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം? ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അലൈഹിസ്സലാം ആണോ? മൂസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ലിയാന, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ അവിടെ? ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാഹ് എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ക്ഷമക്ക് ഉദാഹരണമായി ഖുർആൻ പരാമർശിച്ച പ്രവാചകൻ. ക്ഷമക്ക് ഉദാഹരണമായി ഖുർആൻ പരാമർശിച്ച പ്രവാചകൻ ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഇദ്രീസ് നബി, അയ്യൂബ് നബി, ദാവൂദ് നബി. ഇദ്രീസ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ലിയാന, രണ്ട് ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഇല്ല, ഇനി ഓപ്ഷൻസ് ഉണ്ടാവില്ല. ആ ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിക്ക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ലിയാനയെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ ലിയാന, ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, ചോദ്യം, പക്ഷികളും പറവകളും തസ്ബീഹ് ചൊല്ലി ആരുടെ കൂടെ? ഒരു പ്രവാചകന്റെ കൂടെ പക്ഷികളും പറവകളും തസ്ബീഹ് ചൊല്ലിയിരുന്നു. അത് ഏത് പ്രവാചകന്റെ കൂടെയായിരുന്നു? ഓക്കെ, പക്ഷികളും പറവകളും തസ്ബീഹ് ചൊല്ലിയത് ആരുടെ കൂടെയായിരുന്നു? ആരുടെ കൂടെയാണ്? ഏത് പ്രവാചകന്റെ കൂടെയായിരുന്നു? ഏത് പ്രവാചകന്റെ കൂടെയാണ്? സമയം പരിമിതമാണ്, സ്പീഡാക്കണം. ദാവൂദ് നബി ആണോ? ദാവൂദ് നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ലിയാന അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞു. സമ്മാനാർഹയാണ് കേട്ടോ ലിയാന. ഓക്കെ ലിയാന, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഫസ്റ്റ് ടൈമിൽ വിളിച്ചു, ഫസ്റ്റ് ടൈമിൽ സമ്മാനം കിട്ടുകയും ചെയ്തു അല്ലേ? ഓക്കെ, എന്തായാലും ഹസ്ബൻഡിനോട് കൂടി കൺഗ്രാറ്റുലേഷൻ പറയുക. ഓക്കെ, അവരും കൂടെ സഹായം ഉള്ളതുകൊണ്ടാണല്ലോ. ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും. വീണ്ടും വിളിക്കണം. ബെൻസി പോളിക്ലിക്ക് അവതരിപ്പിക്കുന്ന ഷഹ്റു റമളാൻ ടെലിക്വിസിൽ അടുത്തതായി ഒരു ഇടവേളയാണ്. ഇൻഷാ അല്ലാഹ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. Feel the sun shine brighter. I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Benco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system,
അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com, your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കുസ്സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറും ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? റസ്മി. റസ്മി. ആ, ഓക്കെ റസ്മി. റസ്മി എവിടെ വിളിക്കുന്നു? പറഞ്ഞേ. പുറകിൽ നിന്ന് വിളിക്കുന്നു അല്ലേ റസ്മി? ഓക്കെ റസ്മി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിൽ. ഏത് സ്കൂളാ? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിലാണ്. ഓക്കെ ഏത് സ്കൂളിലാണ്? MI ഗേൾസിൽ. MI ഗേൾസ് പഠിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ പോകുന്നു റസ്മി? നോമ്പൊക്കെ എല്ലാം നോമ്പെടുത്തിരുന്നോ? ആ, ആഹാ, എല്ലാം നോമ്പെടുത്തു. ആ, ആ, നല്ല കുട്ടിയാട്ടോ. 6ാം ക്ലാസ് എത്തിയുള്ളൂ. എല്ലാം നോമ്പെടുക്കുകയും ചെയ്തില്ലേ? എത്ര നോമ്പായി? 24. 24. പരീക്ഷ കഴിഞ്ഞില്ലേ? സ്കൂൾ അടച്ചില്ലേ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷകളൊക്കെ? കുഴപ്പമില്ല. കുഴപ്പമില്ല, ഉഷാറാണല്ലേ? ആ, ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, വിളിച്ചിട്ടില്ല. വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, സമ്മാനം കിട്ടിയോ? ഇല്ല. ഇല്ല, സമ്മാനം കിട്ടിയിട്ടില്ല. ഓക്കെ. എന്താ റസ്മി, 3 ചോദ്യം ഉണ്ടായിരിക്കാം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 3 ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ആ, ഓക്കെ റസ്മി, ചോദ്യത്തിലേക്ക് പോവാം. ആ, കൂടെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാന്? ഉമ്മണ്ട്. ഉമ്മയുണ്ട് അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. എന്തായാലും റസ്മി ചോദ്യത്തിലേക്ക് പോവാണ്. ആ, ഒന്നാമത്തെ ചോദ്യം, മൂസാ നബി അലൈഹി സ്വലാമിയുടെ സഹോദരൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? മൂസാ നബി അലൈഹി സ്വലാമിയുടെ സഹോദരൻ എന്നറിയപ്പെടുന്നത് ഈസാ നബി അലൈഹി സ്വലാം, ഹാറൂൻ നബി അലൈഹി സ്വലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാം? ഹാറൂൻ നബി അലൈഹി. ഹാറൂൻ നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ റസ്മി, അടിപൊളിയായിട്ട് ഉത്തരം പറയുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ? ആ, ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആ, എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സൂറത്ത് ഉണ്ടായിരുന്നു. എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സൂറത്ത്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീൻ? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ റസ്മി. ഓക്കെ റസ്മി, എന്തായാലും അടിപൊളി ഉത്തരം പറ്റുന്നുണ്ട്. 2 കറക്റ്റായ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ? ഹലോ, ഹലോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ? ആ, ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണുള്ളത്? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ റസ്മി, എന്തായാലും 3നും ശരിയായ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. സമ്മാനാർഹയാണ് കേട്ടോ.
ഓക്കെ, ഇൻഷാല്ലാ വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് ഹനാൻ. മുഹമ്മദ് ഹനാൻ. എവിടെ വിളിക്കുന്നു? മുക്കാല. മുക്കാലയിൽ നിന്നാണ് ഹനാൻ വിളിക്കുന്നത്. ഓക്കെ ഹനാൻ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സില്. 3ാം ക്ലാസ്. ഏത് സ്കൂളിലാ? മുക്കാല സ്കൂളില്. മുക്കാല സ്കൂളിലാണല്ലേ. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഹനാനെ? ഇല്ല. ആദ്യമായിട്ടാ വിളിക്കുന്നേ. ഓക്കെ ഹനാൻ, നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? പകുതി മുക്കാൽ നോമ്പ് അവസാനിച്ചല്ലോ അല്ലെ? 24 നോമ്പായല്ലോ. എത്ര നോമ്പ് എടുത്തിട്ടുണ്ട്? 2 വിട്ടുള്ളൂ അല്ലേ? ആഹാ, മാഷാല്ലാ, നല്ല കുട്ടിയാണല്ലോ. അടിപൊളി. എന്തായാലും ചോദ്യം ചോദിക്കട്ടെ ഹനാനെ? 3 ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3നും ശരിയായ ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് പോവാം. 1ാമത്തെ ചോദ്യം, ക്ഷമക്ക് ഉദാഹരണമായി ഖുർആൻ പരാമർശിച്ച പ്രവാചകൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ഇദ്രീസ് നബി, അയ്യൂബ് നബി, ദാവൂദ് നബി. അയ്യൂബ് നബി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി കേട്ടോ. എന്തായാലും അടിപൊളി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, 2ാമത്തെ ചോദ്യം ചോദിക്കാം. ലൂത്ത് നബിയുടെ നാട് ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്താണ് ലൂത്ത് നബിയുടെ നാട് സ്ഥിതി ചെയ്യുന്നത്? മക്ക, ഫലസ്തീൻ, ജോർദാൻ. ലൂത്ത് നബിയുടെ നാട് ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: മക്ക, ഫലസ്തീന്, ജോർദാൻ. ജോർദാൻ. ഉറപ്പിച്ചോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം. ജോർദാൻ ഉറപ്പിച്ചു അല്ലേ? ജോർദാൻ തെറ്റായി പോയല്ലോ മോനെ. ഫലസ്തീൻ ആയിരുന്നു ശരിയായ ഉത്തരം കേട്ടോ. ഇൻഷാല്ലാ കുഴപ്പമില്ല ഹനാനെ. ഇൻഷാല്ലാ വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. നാളെ നമ്മുടെ ഖബറുകളിൽ വിചാരണ കാത്ത് നാം കിടക്കുമ്പോൾ നാം നൽകുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളുമെല്ലാം നമുക്ക് കാവലായും തുണയായും നിൽക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കാവലേകുന്ന തുണയാകുന്ന സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഇബാദത്തുകളാലും നമ്മുടെ ഈ റമദാനിലെ അവസാന നാളുകൾ ധന്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് സർവാജ്ഞാതനായ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണും വരേക്കും. മഅസ്സലാമ.